എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിനക്സിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. പിന്നെ അതിൻ്റെ ഒരു ഇൻട്രോ മാത്രമാണ് പറയുന്നത്. അതായത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളതെന്ന് മാത്രം. അത് എന്താണെന്ന് ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് യൂസ് ചെയ്യാനായിട്ട് എനിക്കറിയില്ല. കാരണം ഇത് എത്തിക്കൽ ഹാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു OS ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ വീഡിയോയുടെയും കമൻറ്റ് ബോക്സ് ഞാൻ ഡിസേബിൾ ചെയ്തിടും, വേറൊന്നും കൊണ്ടല്ല. കാരണം ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. മീൻസ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ ഓപ്പൺ സ്ക്രീന്. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയായിരുന്നു. അപ്പം ഇതിൻ്റെ എന്താ പറയുക, ടാസ്ക് ബാർ വരുന്നത് ടോപ്പിലാണ്, ബോട്ടമല്ല. അപ്പം ഇതിന് മേളിൽ എന്താ പറയുക, ആദ്യമേ 3 ഓപ്ഷൻസാണ്: ആപ്ലിക്കേഷൻസ്, പ്ലേസസ്, സിസ്റ്റം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണെങ്കിൽ ടൈം, ഡേറ്റ് കാണിക്കുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ തൊട്ടിപ്പുറത്ത് സൗണ്ടിൻ്റെ ലെവലും. അതുപോലെ തന്നെ നമുക്കിപ്പം എന്താ പറയുക, സിസ്റ്റത്തിലാണെങ്കിൽ പ്രിഫറൻസസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാർഡ്വെയർ, പിന്നെ നെറ്റ്വർക്ക് സെറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ലോക്കിനകത്ത് തന്നെ അതിനകത്താണ് ഈ അപ്പിയറൻസ് വരുന്നത്. നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണോ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു രീതിയിൽ. അങ്ങനെ നമ്മൾ ഡാർക്ക് സെലക്ട് ചെയ്തു. അപ്പോൾ അതുപോലെയുള്ളത്. പിന്നെ പ്ലേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പ്രിഫറൻസിനകത്ത് ലുക്ക് ആൻഡ് ഫീൽ എന്നുള്ളതിനകത്ത് കയറി അപ്പിയറൻസ് നോക്കി. അത് കഴിഞ്ഞ് പോപ്പപ്പ് നോട്ടിഫിക്കേഷൻസ്, അതായത് ഏതൊക്കെ ആപ്പിനാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത്. പിന്നെ സ്ക്രീൻ സേവർ, വിൻഡോസ്, അതിൻ്റെ സെറ്റിങ്സ്. പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് JDKയുടെ പോളിസി, അതിൻ്റെ ടൂൾസ്, കാര്യങ്ങളാണ്. പിന്നെ പേഴ്സണലായിട്ട് നമ്മളുടെ സിസ്റ്റം അല്ലെങ്കിൽ യൂസർ ID ഡീറ്റെയിൽസ് ഒക്കെയാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ സെൻറ്റർ ഉണ്ട്, ഹെൽപ്പ് ഉണ്ട്, എബൌട്ട് മേറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതായത് മേറ്റ് എന്ന് പറയുന്ന ഒരു വെർഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, 2019 വെർഷനാണ്. പിന്നെ പ്ലേസസിനകത്ത് ഹോം ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. പിന്നെ ഡെസ്ക്ടോപ്പ്, അതായത് നമ്മുടെ ഈ 2 ഫോൾഡേഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത് മെയിനായിട്ട്. പിന്നെ അതിൽ ഹോം ഫോൾഡേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഹോമിലേക്ക് കയറുന്നതാണ്. പിന്നെ ഹാർഡ് ഡ്രൈവ്, പിന്നെ വേറൊരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. പിന്നെ നെറ്റ്വർക്ക്, കണക്ട് ടു സെർവർ, പിന്നെ ഒരു സെർച്ച് എഞ്ചിൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഡിഫോൾട്ടായിട്ടുള്ളത്, അതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ആപ്ലിക്കേഷൻസിനകത്ത് ആക്സസറീസിലൊക്കെ ആയിട്ട് കുറേ നമ്മളുടെ എന്താ പറയുക, നമുക്ക് ഈ സാധാരണ ഒരു നോർമൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രാഫിക്സിനകത്തും അതുപോലെയുള്ള ഫോട്ടോ വ്യൂവർ, PDF വ്യൂവർ, കളർ സെലക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻ്റർനെറ്റിനകത്തായിട്ടാണെങ്കിൽ ക്രോമിയം ബ്രൗസറുണ്ട്, ഫയർഫോക്സ് ഉണ്ട്. പിന്നെ ബാക്കിയൊന്നും നമ്മൾ വലിയ കേട്ടുകേൾവിയില്ലാത്ത കുറച്ച് ബ്രൗസേഴ്സാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഓഫീസിനകത്ത് ഒരു ഡിക്ഷണറിയും പിന്നെ ഒരു ഡോക്യുമെൻ്റ് വ്യൂവറും ഉണ്ട്. ഞാൻ പറയാനായിട്ട് സൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യത്തില്ല, അത് നമ്മൾ അഡീഷണലായിട്ട് ഉപയോഗിക്കണം. പിന്നെ സിസ്റ്റം ടൂൾസ് ഓൾമോസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് മെയിനായിട്ടും ഇതിനു വേണ്ടി കസ്റ്റമൈഡ് ആയിട്ടുള്ള, അല്ലാതെ നമ്മളുടെ സാധാരണ ലിനക്സിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളൊന്നും അല്ല ഇതിൽ മെയിനായിട്ടും കൊടുത്തിരിക്കുന്നത്. പിന്നെ ടെർമിനൽ കമാൻഡ്സ് എല്ലാം സെയിം തന്നെയായിരിക്കും, ഉബുണ്ടുവിലെ പോലെ തന്നെ. പിന്നെ വെർച്വൽ കീബോർഡ് ഓപ്ഷനുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പറയാനായിട്ടുള്ളത് ആപ്ലിക്കേഷൻ അനലിസ്റ്റുകളുണ്ട്. പിന്നെ ഡേറ്റാബേസ് കൂടുതലും ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് SQLൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റാബേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നതൊക്കെ പല തരത്തിലുള്ള അറ്റാക്കിന് പറ്റിയ ടൂൾസുകളാണ്. അതായത് പാസ്വേഡ് അറ്റാക്കിന് ഉപയോഗിക്കാനായിട്ടുള്ള ടൂളുകൾ കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ വയർലെസ് അറ്റാക്കിന് വേണ്ടിയുള്ളത്. പിന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രോഡക്റ്റിൻ്റെ ഇപ്പോൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ബ്രാൻഡഡ് സാധനം വാങ്ങുകയാണ്, എന്നിട്ട് അത് നമ്മൾ അഴിച്ചുപറിച്ച് നോക്കിയിട്ട് അതിനകത്തുനിന്ന് ഇതിങ്ങനെയാണെന്നും പറഞ്ഞ് ഇതിന് നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ടെക്നോളജീനാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
വേറൊരു സോഫ്റ്റ്വെയറുകളുടെ കാര്യത്തിലാണ്. പിന്നെ സ്നിഫിങ് ആൻഡ് സ്പൂഫിങ് അതിന് വേണ്ടിയുള്ള കോഡുകൾ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. പിന്നെ ലാസ്റ്റ് സിസ്റ്റം സർവീസ്. ഇപ്പോൾ ബാക്കിയുള്ളതൊന്നും ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് പറഞ്ഞു തരുന്നില്ല. ഇതെന്താണ് കാളി ലിനക്സ്, അതിനകത്ത് എന്തൊക്കെ ഓപ്ഷനുകളുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്ര മാത്രം. അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ ലിനക്സ് മിൻറ്റിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. കാരണം ലിനക്സ് മിൻറ്റ് ഒരു ലൈറ്റായിട്ടുള്ളൊരു OS ആണ്, കൂടുതൽ ലോഡ് ഇല്ലാത്തത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പം ഓക്കെ, ബൈ, ടേക്ക് കെയർ.